എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്വന്തമായി ഒരു ഹോങ്കോങ്ങോ ദുബായോ ഇല്ലാത്തത് എന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാർ ചിന്തിച്ചു പോരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സിംഗപ്പൂരിന്റെ മാതൃകയിൽ തീരദേശ സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാൻ കഴിയാത്തത് എന്നും ഒരു ചോദ്യം ഉയർന്നു കേൾക്കാറുണ്ട്. ഇത് കൂടുതലായും ആസൂത്രണത്തിന്റെ അഭാവമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് എന്നൊരു മനോഹരമായ ദ്വീപ് യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. ഈ ദ്വീപിനൊരു സൈനിക കേന്ദ്രമായും സാമ്പത്തിക കേന്ദ്രമായും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും പതിറ്റാണ്ടുകളായി ഈ നേട്ടം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. എന്നാൽ ഇപ്പോൾ മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിൽ കാര്യങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ടാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ഇന്ത്യയുടെ വലിയൊരു നാവിക സമ്പത്തായി മാറുന്നത് എന്നറിയുന്നതിന് മുൻപ് ഈ ദ്വീപിനായി മോദി സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് പദ്ധതിയിടുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ സമഗ്ര വികസനം എന്ന പദ്ധതിയുമായി നീതി ആയോഗ് അടുത്തിടെ രംഗത്തെത്തിയിരുന്നു. 72,000 കോടി രൂപയുടെ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, വിമാനത്താവളം, തെർമൽ പവർ പ്ലാന്റ്, 6.5 ലക്ഷം ആളുകൾക്ക് താമസിക്കാനുള്ള ടൗൺഷിപ്പ് എന്നിവ നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനെ 8,000-ഓളം നിവാസികളുള്ള ഒറ്റപ്പെട്ട പ്രദേശത്ത് നിന്നും വലിയ ഷിപ്പിംഗ് പാതകളിലേക്കും വ്യാപാര പാതകളിലേക്കും ടാപ്പ് ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുന്ന തിരക്കേറിയ സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ആശയം. ഹിമാലയത്തിലെ ചൈനീസ് സൈന്യത്തിന്റെ വിപുലീകരണ ശ്രമങ്ങൾക്കുള്ള ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലാക്ക കടലിടുക്കിലൂടെ നൽകാനാണ് ഇന്ത്യയുടെ പദ്ധതി. ഇവിടെയാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന് തന്ത്രപരമായ പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന്റെ അറ്റത്ത് നിന്നും കഷ്ടിച്ച് 90 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് മലാക്ക കടലിടുക്കിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടത്തോട് ചേർന്നു നിൽക്കുന്നു. ഗൾഫിൽ നിന്ന് എണ്ണ കടത്തുന്നതോ പടിഞ്ഞാറോട്ട് ചരക്ക് കയറ്റുമതി ചെയ്യുന്നതോ ആയ ചൈനീസ് കപ്പലുകൾ മലാക്ക കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോസിൽ ഇന്ധനങ്ങളുടെ തുടർച്ചയായി വിതരണം ഉറപ്പാക്കുകയും കയറ്റുമതി വ്യവസായം ശക്തിപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ ലോകത്തിന്റെ ഈ ഭാഗത്ത് ചൈനയ്ക്കൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സത്യം. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സൈനിക ആസ്തികൾ സ്ഥാപിക്കുക, യുദ്ധക്കപ്പലുകൾ ഡോക്ക് ചെയ്യുക, മിസൈലുകൾ സ്ഥാപിക്കുക എന്നിവ ഇന്ത്യ ഈ മേഖലയിൽ ഒരു പ്രതിരോധ പ്രഭാവം സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾ ലഡാക്കിലോ അരുണാചൽ പ്രദേശിലോ ചുവന്ന രേഖ കടന്നാൽ ഞങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലൈഫ് ലൈൻ മലാക്ക കടലിടുക്കിൽ തടയുമെന്നൊരു സന്ദേശം ചൈനയ്ക്ക് കൈമാറാൻ ഈ നീക്കം വഴി ഇന്ത്യക്ക് കഴിയും. കൂടാതെ വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ച ലോജിസ്റ്റിക്സ് പങ്കിടൽ ഉടമ്പടി കണക്കിലെടുക്കുമ്പോൾ മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ തന്നെ ക്വാഡ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചൈന ഉറപ്പായും ആശങ്കപ്പെടേണ്ടി വരും. സൗകര്യപ്രദമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളോ തീരദേശ നഗരങ്ങളോ ടൂറിസം, വ്യാപാരം, സാമ്പത്തികം എന്നിവയുടെ കേന്ദ്രങ്ങളായി വികസിപ്പിക്കാമെന്ന് സിംഗപ്പൂരും ദുബായിയും അടുത്തിടെ ഹോങ്കോങ്ങും നമുക്ക് കാണിച്ചു തരുന്നു. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിനായി ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വികസിപ്പിക്കുന്നതിന് 10,000 കോടി രൂപ നീക്കിവെക്കാനുള്ള 2020 പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനത്തോടെ ഈ നീക്കം ഇന്ത്യ ആരംഭിച്ചു. ആധുനിക സമുദ്ര സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ. കാർഗോകൾ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്ക് കയറ്റി അയക്കുന്നതിന് മുൻപ് ഒരു കപ്പലിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനാൽ ഈ തുറമുഖങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് ഡെസ്റ്റിനേഷനായി പ്രവർത്തിച്ചു പോരുന്നു. ഇതൊരു സാധാരണ ജോലിയായി തോന്നാമെങ്കിലും ചിലപ്പോൾ ചെറിയ ഷിപ്മെന്റുകൾ വലിയ ഷിപ്മെന്റുകളായി ഏകീകരിക്കുന്നതിനും മറ്റ് സമയങ്ങളിൽ വലിയ ഷിപ്മെന്റിനെ ചെറുതായി വിഭജിക്കുന്നതിനും വെസലുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതിന്റെ ആവശ്യകതയും കാരണം ട്രാൻസ്ഷിപ്മെന്റ് നിർണായകമാണ്. തുറമുഖത്തിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കപ്പലുകൾക്ക് ചാർജ് ചെയ്യുന്നതിലൂടെയും ലോഡിംഗ് അൺലോഡിംഗ് ജോലികൾ ചെയ്തും തുറമുഖങ്ങൾ അതിന്റെ വരുമാനം തേടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ചിലത് ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളിലൂടെ ശതകോടികൾ സമ്പാദിക്കുന്നു. ദുബായിലെ ജബൽ അലി തുറമുഖം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി ഉയർന്നതിനാൽ ഇന്നത് ദുബായ് എമിറേറ്റ്സിലേക്ക് ബില്യൺ കണക്കിന് ഡോളർ കൊണ്ടുവരുന്നു. കൂടാതെ ഷാങ്ഹായ് തുറമുഖവും സിംഗപ്പൂർ തുറമുഖവും പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളായി ഉയർന്നു വന്നു. ഗ്രേറ്റ് നിക്കോബാറിലെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബിന് വലിയൊരു സമ്പദ് വ്യവസ്ഥ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. 900 കിലോമീറ്ററിലധികം കടൽ തീരമുള്ള സിംഗപ്പൂരിനെയും ദുബായിയെയും അപേക്ഷിച്ച് ഈ ദ്വീപിന് വലിയ വലിപ്പമുണ്ട്. ലോകത്തിന്റെ എണ്ണ ചരക്ക് വ്യാപാരത്തിന്റെ ജംഗ്ഷനിലാണിത് സ്ഥിതി ചെയ്യുന്നത് എന്നതും ഈ ദ്വീപിന്റെ മൂല്യമുയർത്തുന്നു. ലോകത്തിലെ മൊത്തം വ്യാപാരത്തിന്റെ 40% ഈ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതിന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രോജക്റ്റ്, ഒരു വിമാനത്താവളം, ഒരു ടൗൺഷിപ്പ്, ഒരു താപവൈദ്യുത നിലയം, ഒരു റെയിൽ ലൈൻ തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും ഇന്ത്യ ഇതിനോടകം തന്നെ നിർമ്മിക്കുന്നു.
ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ തിരക്കേറിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് സൃഷ്ടിക്കുകയും ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് വഴി ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും നിർമ്മാതാക്കളും സ്വയം ഈ ദ്വീപിൽ എത്തിച്ചേരും. കൂടാതെ ബയോസ്ഫിയർ റിസർവും ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങൾ എന്നിവയും ടൂറിസ്റ്റ് ഹബ്ബുകളായി വികസിപ്പിക്കാവുന്നതുമാണ്. മാലി ദ്വീപിലും കരീബിയനിലും ഉയർന്നു വന്നിട്ടുള്ള തരത്തിലുള്ള റിസോർട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന വലിയ കടൽ തീരവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അതിനാൽ ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ത്യ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നു എന്നത് യഥാർത്ഥത്തിൽ സ്വാഗതാർഹമായ ഒരു വാർത്ത തന്നെയാണ്.